നമസ്കാരം. ശീതയുദ്ധകാലത്ത് ചൈനയെ പ്രതിരോധിക്കാൻ US തീർത്ത പ്രതിരോധ നിരയാണ് ഫസ്റ്റ് ഐലൻഡ് ചെയിൻ. ജപ്പാൻ, തായ്വാൻ, ഫിലിപ്പീൻസ് വഴിയുള്ള സമുദ്ര അതിർത്തി. ഈ മേഖല അമേരിക്ക വിട്ടുകൊടുക്കാറേയില്ല. ഇറാൻ നിലപാട് കടുപ്പിച്ചതോടെ ഈ മേഖലയിലെ തങ്ങളുടെ അവസാനത്തെ വിമാനവാഹിനി കപ്പലായ USS ജോർജ് വാഷിങ്ടണെയും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് മാറ്റി വിന്യസിച്ചിരിക്കുകയാണ്. US പടക്കപ്പലുകൾ മാറിയതോടെ ചൈനയുടെ ലിയോണിംഗ്, ഷാങ്ഡോങ് തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകൾ ഈ അതിർത്തികൾ ഭേദിച്ച് പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് കടന്നിരിക്കുന്നു. തായ്വാൻ, ഫിലിപ്പീൻസ്, ജപ്പാൻ എന്നിവരുടെ സമുദ്ര മേഖലകളിൽ ചൈനീസ് കോസ്റ്റ് ഗാർഡിൻ്റെയും യുദ്ധക്കപ്പലുകളുടെയും സാന്നിധ്യം കുത്തനെ കൂടുകയും ചെയ്തിരിക്കുന്നു. ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്കക്ക് എവിടെയൊക്കെയാണ് അടിതെറ്റുന്നത്? വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ആറുമാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക യുദ്ധവും ഇക്കണോമിക് ഡി-ഡേയും പ്രഖ്യാപിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം പാളിയതോടെയാണ് അവസാനത്തെ പിടിവള്ളിയെന്നോണം ട്രംപ് കടുത്ത സാമ്പത്തിക ഉപരോധവുമായി രംഗത്തു വന്നത്. ഇറാനുമായി ആരെങ്കിലും വ്യാപാരം നടത്തിയാൽ അവരെയും തകർക്കും എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ ഭീഷണി. എന്നാൽ ഇത് ലോകരാജ്യങ്ങൾക്കുമേലുള്ള അമേരിക്കയുടെ നഗ്നമായ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് ഇറാൻ തിരിച്ചടിച്ചു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി US ഉപരോധങ്ങൾ അതിജീവിച്ച ഇറാൻ ഇനിയും കീഴടങ്ങാൻ പോകുന്നില്ല. ഇറാൻ്റെ നിലപാട് വ്യക്തമാണ്. ട്രംപിന് കീഴടങ്ങിയാൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ വീണ്ടും വഴിക്കുവഴിയായി വരും. അതിനെല്ലാം കീഴടങ്ങേണ്ടി വരും. അതിനാൽ ചെറുത്തു നിൽക്കുക, പോരാടുക. അങ്ങനെയാണ് ഇറാൻ ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ ഇപ്പോൾ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാനെ പൂട്ടാൻ നോക്കിയ അമേരിക്കയുടെ സ്വന്തം ആയുധപ്പുര ഇപ്പോൾ കാലിയാകുന്ന സ്ഥിതിയാണ് മറുഭാഗത്ത്. മിസൈൽ ക്ഷാമം പരിഹരിക്കാൻ $23 ബില്യൺ മുടക്കി 1000 ടോമഹോക്ക് മിസൈലുകൾ കൂടി നിർമ്മിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ കരാറുകൾ ഒപ്പിടേണ്ടി വന്നിരിക്കുന്നു. പുതിയ യുദ്ധപ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ 3 ആഴ്ചയിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് അമേരിക്കയുടെ ആകെ ദേശീയ കടം ചരിത്രത്തിൽ ആദ്യമായി $40 ട്രില്യൺ എന്ന റെക്കോർഡ് സംഖ്യ പിന്നിടുകയും ചെയ്തിരിക്കുന്നു. ഉപരോധങ്ങൾ ഇറാനേക്കാൾ വേഗത്തിൽ US വിപണിയെയും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനെയുമാണ് പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതം അമേരിക്ക അനുഭവിക്കുന്നത് പസഫിക് മേഖലയിലാണ്. ഇറാൻ യുദ്ധത്തിൽ തളർന്ന സേനയെ സഹായിക്കാൻ ജപ്പാനിൽ നിലയുറപ്പിച്ചിരുന്ന USൻ്റെ അവസാനത്തെ വിമാനവാഹിനി കപ്പലായ USS ജോർജ് വാഷിങ്ടനെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റി. ദക്ഷിണ കൊറിയയിൽ നിന്ന് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും പിൻവലിച്ചു. പസഫിക്കിൽ അമേരിക്കൻ സാന്നിധ്യം ഇല്ലാതെയായതോടെയാണ് ചൈന തങ്ങളുടെ യുദ്ധക്കപ്പലുകളുമായി അതിർത്തികൾ കടന്ന് പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് കടന്നുകയറുന്നത്. ഈ അവസരം ചൈന പരമാവധി മുതലെടുക്കാൻ ഒരുങ്ങുകയാണ്. പസഫിക്കിൽ അമേരിക്കൻ സാന്നിധ്യം ഇല്ലാതായതോടെ തങ്ങളുടെ യുദ്ധക്കപ്പലുകളുമായി അതിർത്തികൾ കടന്ന് പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് പോവുകയാണ് ചൈനീസ് കപ്പലുകൾ. അമേരിക്കയെ ഇനി കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ജപ്പാനും തായ്വാനും ഫിലിപ്പീൻസും സ്വന്തം പ്രതിരോധ ബജറ്റുകൾ കുത്തനെ കൂട്ടി ആയുധങ്ങൾ സംഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇറാനെ തകർക്കാൻ തുടങ്ങിയ യുദ്ധം സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തളർത്തുകയും പസഫിക്കിൽ ചൈനയ്ക്ക് മേൽക്കോയ്മ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിനു പുറമെ USൻ്റെ എക്കാലത്തെയും മികച്ച പങ്കാളികൾ സ്വന്തം വഴി നോക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇറാൻ യുദ്ധം പുതിയ ആഗോള സമവാക്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.